രാജാതിരാജൻ നീണാൾ വാഴട്ടെ. എന്ത് സുഖമല്ലേ ഇങ്ങനെ കുത്തിയിരുന്ന് ജോലി ചെയ്യാൻ. അത്ര സുഖമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ കുത്തിയിരുന്ന് ജീവിതം കഴിച്ചു കൂട്ടുക, കുത്തിയിരുന്ന് ടി വി കാണുക, കുത്തിയിരുന്ന് മാത്രം ചെയ്യുക. നമ്മളിപ്പോൾ ഒരു വണ്ടി പോയാൽ ഒരാൾ ചോദിക്കും, നമ്മൾക്ക് കുറച്ച് പദവിയൊക്കെ കൂടുതലാണ്, ഇരുന്നോളി ഇരുന്നോളി ഇരുന്നോളി. ഇനിയിപ്പോൾ നമുക്ക് സീറ്റില്ലെങ്കിലും ഇരുത്തിച്ചിരുന്ന് നിൽക്കുന്ന മനുഷ്യൻ ഇരുത്തിപ്പിച്ചാളും. ഇത് വലിയ ആദരവാണെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റി. ഇന്ന് ലോകത്ത് പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ നിശബ്ദ കൊലയാളിയായി പ്രവർത്തിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു പാൻഡമിയാണ് സെഡൻഡറി ഡെത്ത് സിൻഡ്രോം. സെഡ്സ് എന്ന് പറയും. വേണ്ട, എനിക്കിൻ്റെ കസേര വേണ്ട, ഈ ഇത്ര വലിയ പടാ പോട്ടെ, കസേര വേണ്ട, നിന്ന് തന്നെ ചെയ്യും. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ 2.5 മില്യൺ അമേരിക്കക്കാർക്ക് ഇത് മരണത്തിന് കാരണമെന്നാണ് പറയുന്നത്, സെഡ്സ്. ഈ ഒരു കണക്ക് അത് ആക്സിഡൻറ്റ് മൂലമുള്ളതോ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടോ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടുള്ള മരണങ്ങളെക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രക്ക് ഭീകരമാണ്. നമുക്ക് അധ്വാനമില്ലാത്ത നമ്മുടെ ജീവിതശൈലി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി 35ഓളം മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവുന്നു എന്നുള്ളതാണ്. ഹൃദ്രോഗങ്ങൾ, ഡയബറ്റിസ്, ക്യാൻസർ, പക്ഷാഘാതം, ഇതുപോലുള്ള പല 35ഓളം രോഗങ്ങൾക്ക് നമ്മളുടെ അധ്വാനമില്ലായ്മ അല്ലെങ്കിൽ ഈ കുത്തിയിരുന്ന് നമ്മൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത് കാരണമാവുമെന്നാണ് പറയുന്നത്. ഈ ഒരു കുത്തിരിപ്പ് നമുക്കൊരുപാട് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. അതുമാത്രമല്ല, ഇത് നമ്മുടെ ജീനിനിട്ട് കളിക്കുക ചെയ്യുക. നമ്മൾ DNA ടീലോമേഴ്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിൻ്റെ വീക്കാക്കി കളയും എന്നുള്ളതാണ്. നമ്മുടെ DNA ഒരു പ്രൊട്ടക്റ്റീവ് എൻഡാണ് എന്ത്, ഈ ടീലോമർ. ഇതിനെ ഷോർട്ടൺ ചെയ്ത് കളയും. അപ്പോൾ DNA നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനെപ്പോലും സീരിയസ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സാർക്കോപീനിയ എന്ന് പറയും. അത് ഇതിൻ്റെ ഒരു റിസൾട്ടാണ്. അത് പണ്ടൊക്കെ പ്രായമായവരിൽ മാത്രമാണെങ്കിൽ ഇന്ന് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പോലും ഈ സാർക്കോപീനിയ ഉണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. കുത്തിയിരുന്ന് എപ്പോഴും ഫോണും കളിച്ച് അതിൽ മൊബൈലിൽ ഗെയിമും കളിച്ച് ടി വിയും കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് വീക്കായി പോകുന്നു എന്നുള്ളതാണ്. നമ്മളെ ശരീരത്തിലെ മസിലുകൾ വീക്കായി പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ മെറ്റബോളിസം താറുമാറാവും. നമ്മളൊരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരും. നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവും. ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ എന്താവും ഇത് ലാസ്റ്റ് എന്താക്കും? നമ്മുടെ ജീവന് മുമ്പിൽ വലിയ ഭീഷണിയായിട്ട് പ്രവർത്തിക്കും. സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പം 1 മണിക്കൂറിൽ ഒരു 10 മിനിറ്റെങ്കിലും അവിടുന്ന് എഴുന്നേറ്റ് മൂവ് ചെയ്തു നോക്കാം. ഇനി ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ നിന്നൊക്കെ ശരീരം ചലിപ്പിക്കാനും നിന്നിട്ടും നടന്നിട്ടൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. എവിടെയെങ്കിലും കുത്തിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക, കുത്തിയിരിക്കേണ്ട, അവിടെ കുറച്ച് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. മാക്സിമം മൂവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ തടയുകയും ഇതിനുള്ളൊരു വാക്സിനായിട്ട് അത് പ്രവർത്തിക്കും. ഓക്കെ, അത് 10ഓളം വർഷം വീണ്ടും നിങ്ങൾക്ക് അധികം ജീവിക്കാനും ഇത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അകാല മരണത്തിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടുത്താനും ഇത് സാധ്യമാകും. ചോയ്സ് നമ്മുടേതാണ്. നമ്മൾ തീരുമാനിക്കുക. ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ കുത്തിയിരുന്നാൽ എനിക്ക് ഇത്ര പ്രശ്നമുണ്ടല്ലോ, ഞാനിവിടുന്ന് എഴുന്നേൽക്കണോ അതോ അവിടെ കുത്തിയിരിക്കണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ആരോഗ്യമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ചോയ്സ് അപ്പോൾ തിരഞ്ഞെടുക്കാനും അവിടെ നിന്ന് മൂവ് ചെയ്യാനും നമുക്ക് സാധ്യമാവും. അത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ബി ഹെൽത്തി. ബൈ.